പാലക്കാട് ജപ്തി ചെയ്ത വീട് കുത്തിത്തുറന്ന് ഡിവൈഎഫ്ഐ. അയിലൂർ കരിങ്കുളത്താണ് ഈ സംഭവം. സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണ് വീട് ജപ്തി ചെയ്തത്. 9-8 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ പുറത്തിറങ്ങി നിന്നത് മണിക്കൂറുകളോളമാണ്. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീത്ത്, ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ എപ്പോഴാണ് ഇടപെട്ടത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? മലപ്പുറം ഫിനാൻസിൽ നിന്ന് ഈ കുടുംബം ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആണ് ഒരു ജപ്തി നടപടിയിലേക്ക് കടന്നിരുന്നത്. ഈ കുട്ടികളുടെ അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയത്തായിരുന്നു ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ മലപ്പുറം ഫിനാൻസ് അധികൃതരും പോലീസും ഒക്കെ ചേർന്ന് ഇവരെല്ലാവരെയും വീട്ടിലെ കുട്ടികളുടെ ഒരു അച്ഛന്റെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇവരെല്ലാവരെയും പുറത്താക്കി വീട് പൂട്ടി സീൽ ചെയ്ത് പോയിരിക്കുന്നത്. എന്തായാലും ഈ സതീഷ് സഞ്ജാകുമാരി എന്നീ ദമ്പതികളുടെ വീടാണ് ജപ്തി ചെയ്തത്. 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വീട് അടച്ചത് കണ്ട് പുറത്തു നിൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ഈ സ്കൂളിലെ അധ്യാപകരും PTA വിവരം പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി, പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിന്നീട് വീടിന്റെ പൂട്ട് തകർക്കുകയായിരുന്നു. അവരെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഇത്തരത്തിൽ വീട് പൂട്ടി അല്ലെങ്കിൽ കുട്ടികളെ പുറത്തു നിർത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ എടുക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അവർ അകത്ത് കയറ്റിയിട്ടുണ്ട്. തുടർ നടപടികൾ നാളെ തീരുമാനിക്കുന്നതാണ് ഡിവൈഎഫ്ഐ കൊല്ലങ്കോട് മേഖലാ കമ്മിറ്റിയിൽ നിന്നും ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ശരി, പാലക്കാട് നിന്നും ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.